അമ്മയുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായെങ്കിലും ഇന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ബിസിയും കുറേ മടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ലേറ്റ് ആയത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ജീവിതത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോഴാണ്. പണ്ടൊക്കെ അമ്മ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നതും അന്നത്തെ ദിവസം അമ്മ സദ്യ മാത്രം, അതായത് വെജ് മാത്രം കഴിക്കുന്നതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അല്ലാതെ ഒരു കേക്ക് മുറിക്കുന്നതോ അങ്ങനെയൊന്നും എൻ്റെ ഓർമ്മയിലില്ല. കുറച്ചൊക്കെ പ്രായത്തിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു കേട്ടോ, ശമ്പളമൊക്കെ കിട്ടിയിട്ട് വേണം അച്ഛൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ, അവരുടെ വെഡിങ് ആനിവേഴ്സറി അതൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് കേക്കൊക്കെ മുറിപ്പിക്കണം എന്നുള്ളത്. ഒരു 15 വയസ്സ് വരെയുള്ള എൻ്റെ എല്ലാ ബർത്ത്ഡേയും അച്ഛനും അമ്മയും നല്ല അടിച്ച് പൊളിച്ച് ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങുന്ന കാലമായപ്പോഴേക്കും അമ്മയും ഞാനും മാത്രമായി. അച്ഛനാണെങ്കിലും അമ്മയെ സന്തോഷിപ്പിച്ച് വെക്കണമെന്നാണ് അച്ഛൻ്റെയും വലിയ സന്തോഷം കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയുടെ ബർത്ത്ഡേ ആയാലും അമ്മയ്ക്ക് സന്തോഷം വരുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ അതിലൊരു മുടക്കം വരുത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ ഒത്തിരി സ്പെഷ്യലാക്കണമെന്ന് എനിക്ക് ഇത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മയുടെ കൂടപ്പിറപ്പുകളെന്നൊക്കെ വിളിച്ചത് അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഞാനും അമ്മയും അപ്പുറം ഇപ്പുറം നിന്ന് ഈ കേക്ക് മുറിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? അത് ചെറിയ സന്തോഷം തന്നെയാണ് അമ്മയുടെ കാര്യത്തിൽ. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ കൂടപ്പിറപ്പുകളൊക്കെ ഉള്ളപ്പോൾ അവരെല്ലാവരും ഒന്ന് കൂടുന്നുണ്ട്, അത് മീൻസ് ഒത്തു കൂടുന്നതായിരിക്കുമല്ലോ ഇഷ്ടമുണ്ടായിരിക്കുക. എനിക്കൊരു കൂടപ്പിറപ്പില്ലാത്ത കാരണം കൊണ്ട് ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉള്ള കൂടപ്പിറപ്പുകൾ എല്ലാവരും കൂടി ഒന്നിച്ച് നടക്കുന്നത് കാണുമ്പോൾ അത് രസമല്ലേ കാണാനായിട്ട്. ഞാൻ അമ്മയ്ക്കൊരു ക്ലൂ കൊടുക്കാതെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ നേരെ അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാനും കേക്ക് മേടിക്കാനൊക്കെ വേണ്ടി പോയി കേട്ടോ. ഞാനിതിനൊക്കെ പോയി വരുന്ന തക്കത്തിന് മാമനും അമ്മായി എഴുത്തമ്മയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുള്ളത്. അമ്മയാണെങ്കിൽ ഇവരൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചു. അമ്മ ചോദിച്ചു എന്തേ വന്നേ എന്നൊക്കെ. പിന്നെ മാമനും അമ്മായി എഴുത്തമ്മൊക്കെ പറഞ്ഞു, ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടേക്ക് വന്നതാണ്, ഞങ്ങളൊരു വേറെ വഴി പോകുമ്പോൾ അങ്ങോട്ട് കയറിയതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും അമ്മ വിചാരിച്ചു വെറുതെ വന്നതായിരിക്കും എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ മരുമകൻ വന്നു. പിന്നെ സുഭാഷ് ഏട്ടൻ, എഴുത്തമ്മ, കുട്ടികൾ എല്ലാവരും കൂടി വന്നപ്പോൾ അമ്മയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മേനെ വേഗം മേലൊക്കെ കഴുകി അമ്മ സുന്ദരിക്കുട്ടിയായി വന്നു. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ. ശ്രീരാട്ടിന് കോഴിക്കോട് എത്തേണ്ട കാരണം കൊണ്ട് ശ്രീരാട്ടിനെയും വല്യമ്മയും അമ്മയും മാമനും കൂടിയിട്ടാണ് ആദ്യം ഫുഡ്. നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട് പാത്തുവിൻ്റെ ഉപ്പേൻ്റെ അടുത്താണ് എപ്പോഴും ഫുഡിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാറുള്ളത്. അതാകുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേ വേണ്ട. പാത്തുവിൻ്റെ ഉപ്പ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി എല്ലാം സെറ്റാക്കിയിട്ട് തന്നു വിടും. ശ്രീരാട്ടൻ പോയതിൻ്റെ ശേഷം കുട്ടിപ്പട്ടാളെങ്കിലും ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സിറ്റിംഗ് ഹാളിൽ ഇരുന്ന് അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിട്ട് പിന്നെ ദേ ഇരിക്കുന്ന സോസും ഞാനും വല്യമ്മയും അമ്മയും മാത്രമായി വീട്ടിൽ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച്, അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നമ്മുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു കേട്ടോ സൂസുവിൻ്റെ പണി. അമ്മയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ടാവുക, അതും പ്രത്യേകിച്ച് അമ്മയുടെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ ചെയ്ത എന്തോ കാര്യമായിട്ടാണ് എനിക്ക് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ തോന്നിയത് കേട്ടോ. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തോ വലിയ കാര്യമാണ് ചെയ്തതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ. ഓക്കെ, ബൈ.